palace are painted on the walls of every walls of the houses just to keep away the buri nazar. രാത്രി തങ്ങണമെങ്കിൽ നമ്മൾ SDF അടയ്ക്കണം. SDF എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫണ്ട്. ഇന്ത്യൻസിന് 1200 ആണ് പെർ ഡേ, ഫോറിനേഴ്സിന് $200 ആണ്. അവരുടെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഹൈ വാല്യൂ ലോ വോളിയം ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടി ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 4500 രൂപ ഇവിടെ അടയ്ക്കണം. അതിലും നല്ലത് നമ്മളിവിടുത്തെ ലോക്കൽ ടാക്സി യൂസ് ചെയ്യുന്നതാണ്. ഷോങ്ഡു ബൊട്ടിക്കിലെ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കുകയാണ്. ഞങ്ങളെ ആദ്യം അവർ കൊണ്ടുപോയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇന്ത്യൻ മസാല എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവരുടെ പാത്രങ്ങളൊക്കെ തീമാറ്റിക് ആയിരുന്നു, പിത്തളയിലായിരുന്നു. മുഗൾ സ്റ്റൈലിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ ആയിരുന്നു. ഞങ്ങൾ ഫിഷ് കറിയും ദാലും പ്ലെയിൻ റൈസും ആണ് ഓർഡർ ചെയ്തത്. വളരെ ടേസ്റ്റി ആയിരുന്നു. നല്ല സന്തോഷമായി ഇന്ത്യൻ ഫുഡ് കിട്ടിയപ്പോൾ. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഭൂട്ടാൻ്റെ നാഷണൽ മ്യൂസിയം കാണാനായിട്ടാണ്. അവിടെ ധാരാളം ആർട്ടിഫാക്ട്സും അതേപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഭൂട്ടാൻ്റെ പല ഭാഗങ്ങളിലും വസ്ത്രത്തിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അതവിടെ കാണാൻ പറ്റുമായിരുന്നു. അതുകൂടാതെ ധാരാളം ബുദ്ധിസ്റ്റ് ശില്പങ്ങൾ, റിൻപോച്ചയുടെയും പത്മസംഭവയുടെയൊക്കെ സ്റ്റാച്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഒരു കുബേരയുടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന പോലെ ധാരാളം ആഭരണങ്ങളും ആടകളും അതേപോലെ ശിഷ്യന്മാരും ഒക്കെയുള്ള സ്റ്റാച്യൂസ് ആയിരുന്നു. പിന്നെ കുറേ സ്തൂപാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, വ്യത്യസ്ത സ്റ്റൈലിലുള്ള. അവിടേക്കുള്ള എൻട്രൻസ് ഫീ എന്ന് പറയുന്ന ഒരാൾക്ക് 1000 രൂപയാണ്. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ പതിയെ തിരിച്ചിറങ്ങി. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പാറോ സോങ് അല്ലെങ്കിൽ റിൻപുങ് മൊണാസ്ട്രി കാണാനായിട്ടാണ്. അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പാറോ നദിയുടെ തീരത്താണ്. പാറോ സിറ്റിയെ ഫേസ് ചെയ്തുകൊണ്ടാണ് അതിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പതിയെ ഇങ്ങനെ യാത്ര ചെയ്ത് താഴോട്ട് ഇറങ്ങി ആ പാറോ മൊണാസ്ട്രിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രവേശിക്കുന്നതിന് ഫീസ് ഇല്ല, തികച്ചും സൗജന്യമാണ് ഇവിടുത്തെ പ്രവേശനം. ഭൂട്ടാനിലെ ഏക സൗജന്യ പ്രവേശനമുള്ള ഒരു മൊണാസ്ട്രിയാണ് പാറോ മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഇതാണ് ആ മൊണാസ്ട്രിയുടെ ബിൽഡിങ്. ഇപ്പോൾ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. സൂര്യൻ നല്ല ചുവന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഭൂട്ടാനിൽ സാധാരണ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഞങ്ങൾ അങ്ങനെ പാറോ സോങ്ങിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. കമ്പാരിറ്റീവ്ലി ഒരു വലിയ മൊണാസ്ട്രി തന്നെയാണ് പാറോ സോങ് എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം ബുദ്ധിസ്റ്റ് ടീച്ചിങ്സും അതേപോലെ ബുദ്ധിസ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ലാമമാരെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. The Wangchuk dynasty have held the hereditary position of Druk Kyalpo, otherwise known as Dragon King of Bhutan, since 1907. Bhutan was not conquered by any Western force due to its difficult landlocked geographical position. They have closely associated with India, therefore they are our number one friendly country. Indian military gives training to the Bhutanese army. The people of Bhutan are mostly non-vegetarians, but they do not kill animals. The meat shops are owned by Nepali Bhutanese. The Tibetan Buddhism is Vajrayana, separate from other types practiced in the rest of Southeast Asia. It incorporates elements of tantric practices to achieve enlightenment. Paro Tetshu is a vibrant 5-day festival in Bhutan celebrated as per Bhutanese lunar calendar, which is held during spring of every year like March 21st to 25th in Paro. Tetshu festival is celebrated in different parts of the country. This festival honors Guru Rinpoche, the saint who brought Buddhism to the country. Dances with elaborate masks and costumes are a central part of the festival, telling stories from the life of Guru Rinpoche and other Buddhist figures. അവിടെ നിന്നും വരുന്ന വഴി ഞങ്ങളൊരു നെൽപ്പാടത്ത് നിർത്തി. ഞങ്ങൾക്ക് മൗണ്ടെയിൻ ടെറസ് കൾട്ടിവേഷൻ കാണണമായിരുന്നു. ഇവരൊരു പ്രത്യേക തരത്തിലുള്ള മൗണ്ടെയിൻ റൈസ് ആണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. കൂടാതെ ധാരാളം ആപ്പിൾ തോട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആപ്പിൾ തോട്ടങ്ങളൊന്ന് കാണാനായിട്ട് പോയി. ഇത് ആപ്പിൾ മരങ്ങളാണ്. ഇപ്പോൾ ഫ്ലവറിങ് സീസണാണ്. ഒരു 4-5 മാസത്തിന് ശേഷം മാത്രമായിരിക്കും ആപ്പിൾസ് മെച്ചർ ആവുന്നത്. നല്ല സ്വീറ്റ് ആപ്പിളാണ് ഇവിടുത്തെ. സ്മോൾ ആപ്പിൾസ് കമ്മിങ് ഔട്ട് ഫ്രം ദിസ് ട്രീ. ദിസ് ഇസ് ദ ആപ്പിൾ ട്രീ. ഇറ്റ് മേ മെച്ചർ ആഫ്റ്റർ 4 months.
One of the monastery is closed due to repair. Therefore, we are going back to our hotel room. എല്ലാവർക്കും നല്ല പനി ആയതുകൊണ്ട് ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ റൂമിൽ നിന്നുള്ള പാറോ മൊണാസ്ട്രിയുടെ വിഷ്വലാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ 4ാമത്തെ ഡേ ആണ്. ഇന്ന് ഞങ്ങൾ തക്സങ് മൊണാസ്ട്രി കാണാനുള്ള ത്രില്ലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് രാവിലെ തന്നെ ഒരു 10,000 അടി ഉയരത്തിലാണ് തക്സങ് മൊണാസ്ട്രി. വളരെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഭൂട്ടാനിലെ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് തക്സങ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കാണാം, അതിൻ്റെ വിഷ്വൽസ്. ഞങ്ങളുടെ ഗൈഡിൻ്റെ വീട് പാറോയിലാണ്. അദ്ദേഹം ഇന്നലെ അങ്ങോട്ട് പോയിരുന്നു. അദ്ദേഹത്തിനായി രാവിലെ കാത്തു നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് സ്കൂൾ കുട്ടികൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് പോകാനുള്ള ബേസ് ക്യാമ്പിലാണ്. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു 4 മണിക്കൂർ മുകളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ടൈഗർ നെസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതേപോലത്തെ സ്തൂപാസ് കാണാം. ഈ സ്തൂപാസിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രെയർ വീലുണ്ട്, മന്ത്രം എഴുതിയ പ്രെയർ വീലുണ്ട്. ഇത് കറങ്ങുന്നത് കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ കറങ്ങുന്നത് ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് മുകളിൽ നിന്ന്. അപ്പോൾ ആ അരുവിയിലെ വെള്ളത്തിൻ്റെ ഫോഴ്സിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറേ ഇങ്ങനത്തെ സ്തൂപാസ് നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ വാട്ടറിൻ്റെ ആ ഫോഴ്സ് ആണ് അവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറേ കയറ്റം കയറാനുണ്ട്. അതൊരു ക്ലിഫിൻ്റെ സൈഡിലാണ് തക്സങ് മൊണാസ്ട്രി എന്ന് പറയുന്നത്. വേണേൽ നമുക്ക് കുതിരപ്പുറത്ത് പോകാം, അല്ലെങ്കിൽ നടക്കണം. അപ്പോൾ ഞങ്ങൾ നടക്കുക. Paro Tatsang, also known as the Taksang Palphang Monastery and Tiger's Nest, is a sacred Vajrayana Himalayan Buddhist site located in the cliff side of Upper Paro Valley. കാശ്മീരിലെ പഹൽഗാമിലെ പോലെ തന്നെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ. നിറച്ചും പൈൻ കാടുകളാണ്. പക്ഷേ അവിടത്തേക്കാട്ടിലും ഫ്രണ്ട്ലി ആയിട്ടുള്ള പോണി റൈഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അവർക്ക് 1400 രൂപയാണ് ഒരു പോണിക്ക്. It is one of the 13 Tiger's Nest caves in Tibet, in which Padmasambhava meditated for 300 days, practiced and taught Vajrayana. A later monastery complex was built in 1692 by the 4th Druk Desi Tenzing Rabge around the cave. Padmasambhava, also known as Guru Rinpoche, was from the Swat Valley of modern-day Pakistan, who came to Tibet in 8th century and spread Buddha's teachings in Tibetan language. It is believed that Padmasambhava flew to Paro location on the back of Tigris, therefore the name Tiger Nest. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് നടന്നു കയറിയപ്പോൾ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. The monastery is 10,240 feet above Paro Valley. The monastery buildings consists of 4 temples and residential shelters. Total 8 caves are present near the monastery. കുഞ്ഞൻ ഇന്നലെയൊക്കെ നല്ല ക്ഷീണവും ഛർദിയൊക്കെ ആയിരുന്നു. ഇന്ന് ആശാൻ ഉഷാറായിട്ടുണ്ട്. ദേ ഇപ്പോൾ കാണുന്ന കിളി ഹിമാലയത്തിലുള്ളതാണ്. ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കോമൻറ്റ് ചെയ്യണേ. All the buildings are interconnected through steps and stairways made in rocks. The entrance fee to the monastery is ₹1,000 per adult. No photography and sleeveless costumes are allowed inside the temple. Bhutanese are only allowed during special dates of Bhutan lunar calendar. അങ്ങനെ ഞങ്ങൾ നടന്ന് മലയുടെ മുകളിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലെത്തി. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വീണ്ടും നടക്കാൻ തുടങ്ങി. ചെറിയൊരു മഴ പെയ്തു. അപ്പോൾ മഞ്ഞ് വരാൻ തുടങ്ങി. വീണ്ടും മുന്നോട്ട് നടന്നുപോയി. ഒരു ചെറിയ പാലത്തിൽ കൂടെ കയറി അപ്പുറത്ത് ചെന്നപ്പോൾ തക്സങ് എന്നുള്ള ബോർഡ് കണ്ടു. വീണ്ടും മുമ്പോട്ട് നടന്നപ്പോൾ അതാ നമ്മുടെ മുൻപിൽ നമ്മൾ കാത്തിരുന്ന ആ സാധനം പതിയെ മഞ്ഞിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരുന്നു, പ്രത്യക്ഷപ്പെട്ടു വരുന്നു. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ്. കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറ ഇടുക്കിലുള്ള തക്സങ് മൊണാസ്ട്രി. അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. പക്ഷേ അവിടെ പല കാര്യങ്ങളും പ്രൊഹിബിറ്റഡ് ആണ്. ക്യാമറ അലൗഡ് അല്ല.
അങ്ങനത്തെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഇതിൻ്റെ മനോഹാരിത ഞങ്ങൾ അവിടെ നിന്ന് വളരെയധികം ആസ്വദിച്ചു. അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ ആസ്വദിച്ചതിന് ശേഷം തക്സങ് മൊണാസ്ട്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴ്വരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ രാത്രി സ്റ്റേ നമ്മൾ ആദ്യം വന്നിറങ്ങിയ ഇന്ത്യ ബോർഡറിലുള്ള ഫുൻഷിലിംഗ് എന്ന് പറയുന്ന ടൗണിലാണ്. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്കാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ആ പാറോ റിവറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. In Bhutanese language, Dzonga, Chu means river. Each city in the country is named after a river. Paro is named after Paro Chu. Bhutanese names typically consist of 2 given names with no family names, except for those of Nepali origin or prominent families like royal family. Names have religious significance. Some common Bhutanese names include Shering, Sonam, Dorji, Kinli, Sangay, and Karma. The names have gender. Only male names like Wangda, Topge, Shering, etc. are used to name males, and females are named with female gender names like Dechen, Tashi, etc. Surprisingly, most of us names are neutral like Karma, Sonam, Dorji, etc. ഇപ്പോൾ നമ്മൾ പാറോ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ടെർമിനൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫ്ലൈറ്റുകളൊന്നും ഇല്ല. നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം. ഇവിടെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പല പല ഗേറ്റുകളുണ്ട്. ഞങ്ങളങ്ങനെ ആ ഗേറ്റുകളൊക്കെ കടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു എൻട്രി ഗേറ്റാണ്. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാറോ സിറ്റിയോട് ഞങ്ങൾ പതിയെ പതിയെ വിട പറഞ്ഞുകൊണ്ട് ഒരുപാട് താഴ്ചയിലുള്ള ഫുൻഷിലിംഗ് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സിറ്റിയിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ ഇന്ത്യ സമതലത്തിലേക്ക് എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കയറി അതേ ഫോർമാലിറ്റീസ് ഒക്കെ തന്നെ വേണം. ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ എക്സിറ്റ് അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂട്ടാനിലെ ഒരു കോളേജാണ്. ഗേതു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോളേജ് ഓഫ് ബിസിനസ് സ്റ്റഡീസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാനിലേക്ക് വരാനുള്ള എക്സ്പെൻഡിച്ചർ എത്രയായിരുന്നു എന്നൊക്കെ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുകയാണ്. ഞങ്ങൾ AD ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ കൂടെയാണ് യാത്ര ചെയ്തത്. അവർ ഭൂട്ടനീസ് തന്നെയാണ്. ഭൂട്ടാനിലെ തിമ്പുവിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അവർ ഞങ്ങളിൽ നിന്ന് ഈടാക്കിയത് 75,000 രൂപയാണ്. അതായത് 4 പേർക്ക്. കുഞ്ഞിന് വേണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ 4 പേർക്കും അവർ അഡൾട്ടായിട്ട് കൺസിഡർ ചെയ്തിട്ട് 75,000 രൂപയാണ് ഞങ്ങൾക്ക് 4 രാത്രി 5 ദിവസത്തേക്കുള്ള പാക്കേജ് ായിട്ട് ചാർജ് ചെയ്തത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ് SDF, അതേപോലെ ഡ്രൈവർ, ടാക്സി, അതേപോലെ നമുക്ക് ഗൈഡിൻ്റെ ചാർജ്, ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ലഞ്ച് ഉണ്ടായിരുന്നില്ല. ലഞ്ച് നമ്മൾ തന്നെ എടുക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എൻട്രി ഫീയും ട്രെയിൻ ടിക്കറ്റുമാണ് എക്സ്ട്രാ ആയത്. ഞങ്ങൾക്ക് എൻട്രി ഫീ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും എല്ലാ മ്യൂസിയങ്ങളിലൊന്നും കയറിയില്ല. വലിയ എമൗണ്ട് ആയത് കാരണം ഓരോരുത്തർ മാത്രമേ മ്യൂസിയങ്ങളിൽ കയറി അത് വീഡിയോയിൽ പകർത്തി മറ്റുള്ളവർ കാണുമായിരുന്നു ചെയ്തത്. 2 മ്യൂസിയത്തിലും. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും കയറി. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഏകദേശം 10,000 രൂപയോളമാണ് ആയത്. പിന്നെ ട്രെയിൻ ടിക്കറ്റാണ്. അത് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 18,000 രൂപയാണ് ആയത്. 3rd AC പോയത്. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിലെ എക്സ്പെൻഡിച്ചറും പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങും എല്ലാം കൂടെ ചേർത്തിട്ട് ഞങ്ങൾക്ക് ഒരു 10,000 രൂപയും കൂടെ എക്സ്ട്രാ ആയി. അങ്ങനെ ടോട്ടൽ ഞങ്ങൾക്ക് ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് 1,13,000 രൂപയാണ്. ഫുൻഷിലിംഗിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ പാർക്കിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താമസിച്ച എല്ലാ ഹോട്ടൽസും അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റവും ഒക്കെ ഏറ്റവും മികച്ചതായിരുന്നു. അതുകൂടാതെ ഏറ്റവും നല്ല ഫുഡും ഏറ്റവും നല്ല വൃത്തിയും തന്നെയായിരുന്നു ഭൂട്ടാൻ ഞങ്ങൾക്ക് തന്നതെന്ന കാര്യം പ്രത്യേകം ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഭൂട്ടാനിലെ ഏറ്റവും വലിയതും വ്യത്യസ്തവുമായ മാർക്കറ്റ് പാറാവിലാണ്. പക്ഷേ എല്ലാവർക്കും പനി ആയത് കാരണം അന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല.
അതുകൊണ്ട് ഞങ്ങൾ ഫുൻഷിലിങ്ങിലെ വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ വ്യത്യസ്തമായ ഐറ്റംസാണ് കാണാൻ പറ്റുന്നത്. 2 തരം പൊട്ടാറ്റോസും സവാളയൊക്കെ കാണാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ലോക്കൽ സവാള, ലോക്കൽ പൊട്ടാറ്റോസൊക്കെ കാണാൻ പറ്റും. ഇത് ഫേൺസിൻ്റെ ഒരു യങ് ലീഫാണ്, നല്ല ടേസ്റ്റിയാണ്. അത് നമുക്ക് ഈ മൗണ്ടെയ്ൻസിൽ മാത്രം കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ വെറൈറ്റി വെജിറ്റബിൾസ് ഉണ്ട്. ഇവരുടെ ലോക്കൽ ആയിട്ടുള്ള വെജിറ്റബിൾസിന് വില കൂടുതലാണ്. അത് ഓർഗാനിക്കാണ്. ബംഗാളിൽ നിന്നാണ് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ വരുന്നത്. ഇത് ഗ്രോസറി ഷോപ്പാണ്. ഈ ഉണക്കമീനൊക്കെ വരുന്നത് ബംഗ്ലാദേശിൽ നിന്നാണ്. ബംഗ്ലാദേശുമായിട്ട് ഇവർക്ക് ട്രേഡ് ഉണ്ട്. ഒരു സാമ്പ്രാണി പോലത്തെ ഒരു പൂജയ്ക്ക് എടുക്കുന്ന തടിയാണ്. ഇതായി കാണുന്നത് ചീസാണ്. ചീസ് നന്നായിട്ട് ഉണക്കി തൂക്കി ഇട്ടിരിക്കുകയാണ്, കട്ടയാക്കിയിട്ട്. അതവർ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും എമദാസിയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ കൂടുതൽ ഐറ്റംസും ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ്. ഇത് മീറ്റ് ഷോപ്പാണ്. മീറ്റ് ഷോപ്പൊക്കെ വളരെ നീറ്റായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് ഗ്ലാസ് ചില്ലകൾ കൊണ്ട് അടച്ചിരിക്കുന്ന റൂമിനുള്ളിലാണ് മീറ്റ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തോട്ടൊന്നും വരത്തില്ല. അപ്പം അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ലെജിബിളാണ്. ഇവർ പോർക്ക്, ബീഫ്, ചിക്കൻ ഇത് 3ഉം കഴിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും നോൺ വെജിറ്റേറിയൻ അല്ല, ചിലരൊക്കെ വെജിറ്റേറിയനും ഉണ്ട്. ലിക്വർ ഇവിടെ ബാൻഡ് അല്ല, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മദ്യപിച്ച് റോഡിൽ നടക്കുകയോ ഒന്നും ചെയ്യുന്ന പരിപാടി ഇവിടെ ഇല്ല. വളരെ സേഫാണ്. ഏത് സ്ത്രീക്കും ഏത് രാത്രിയിലും എവിടെ വേണമെങ്കിലും സുരക്ഷിതമായി പോകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. പിന്നെ നമുക്ക് ഇവിടേക്ക് പോകാൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡാണ് അഡൾട്ട്സിന് വേണ്ടത്. ചെറിയ കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി, അത് വാലിഡാണ്. പക്ഷേ ഇവിടെ ആധാർ കാർഡ് അവർ സ്വീകരിക്കുന്നതല്ല. പിന്നെ നമുക്കെല്ലാം സന്തോഷം തരുന്ന മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അവിടെ പെട്രോളിന് 62 മുതൽ 65 രൂപ വരെയാണ് വില. കൂടാതെ ഡീസലിന് 69 രൂപയുമാണ് വില. ഈ ഡീസലും പെട്രോളും ഒക്കെ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. സബ്സിഡി റേറ്റിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഓയിൽ അവർ ടാക്സ് ഫ്രീ ആയിട്ടാണ് അവരുടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. കൂടാതെ അവിടുത്തെ വാഹനങ്ങൾക്കും ടാക്സ് ഇല്ലാതെ അവർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം വലിയ പ്രാഡോ, ലാൻഡ് ക്രൂയിസർ പോലെയുള്ള വാഹനങ്ങളാണ്. അതിൻ്റെ ഒറിജിനൽ വിലയിലാണ് അവർക്ക് കിട്ടുന്നത്. ടാക്സ് ഫ്രീ ആണ്. ബോർഡറിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പാസ് എടുത്തു കഴിഞ്ഞാൽ ഫുൻഷിലിങ്ങിനുള്ളിൽ പ്രവേശിക്കുകയും പെട്രോളും ഡീസലും ഒക്കെ അടിച്ചിട്ട് തിരിച്ചു വരികയും ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഈ രാജ്യത്തോട് വിട പറഞ്ഞ് പടി ഇറങ്ങുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ സങ്കടമായിരുന്നു. എല്ലാവരുടെ മനസ്സിൽ വന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം എന്നാണ് ഇത്രയും സേഫും വൃത്തിയുള്ളതും ആവുന്നതെന്നായിരുന്നു. ഒരുപിടി നല്ല ഓർമ്മചിത്രങ്ങൾ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് കുറേ നല്ല മനുഷ്യരെ കാണാൻ പറ്റിയതിൻ്റെ സംതൃപ്തിയിൽ വീണ്ടും കാണാം എന്ന് ഈ മനോഹര രാജ്യത്തോട് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് വിട പറയുന്നു. ബൈ ബൈ ടു ദ റിയൽ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വീഡിയോ ഇഷ്ടമായാൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക്